നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഉള്ളിനുള്ളിലുള്ള വിശ്വാസമതമായ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് നൈസ് ടെംപ്ലറിന്റെ ഓരോ എപ്പിസോഡും. നാളുകളായി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം തിരഞ്ഞെടുത്ത് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ക്രൈസ്തവ സഭകളിലെ രോഗശാന്തി. ട്രാൻസ് പോലുള്ള സിനിമകൾ ഇറങ്ങിയതിനു ശേഷം ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ കുറച്ചും കൂടി ആഴപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇന്ന് നൈസ് ടെംപ്ലറിന്റെ ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത് ക്രൈസ്തവ സഭകളിലെ രോഗശാന്തി എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ലോകസഭ ജോയിന്റ് സെക്രട്ടറിയായും ചീഫ് ഓഫ് പ്രോട്ടോകോളുമായും സേവനം ചെയ്ത് റിട്ടയർഡ് ചെയ്ത ശ്രീ സിറിൽ ജോൺ സാറാണ്. ഇദ്ദേഹത്തെ കത്തോലിക്ക തിരുസഭ ഷെവലിയർ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. കാരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിസ്തുലമായി സേവനം ചെയ്തിട്ടുള്ള പലവിധ പദവികൾ അലങ്കരിച്ചിട്ടുള്ള ഇദ്ദേഹം പരിശുദ്ധ പിതാവിനാൽ സ്ഥാപിതമായിട്ടുള്ള കാരിസ് ഇന്റർനാഷണൽ ബോഡിയുടെ അംഗവും കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടെ, അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സിറിൽ ജോൺ സാറിനെ. സാർ, സ്വാഗതം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ട്രാൻസ് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയതിനു ശേഷം ക്രൈസ്തവ സഭകളിലെ രോഗശാന്തിയെക്കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ധാരാളം സംശയങ്ങൾ സാധാരണക്കാരുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഒരു 5-6 ചോദ്യങ്ങളാണ് സാറിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്കളിൽ നിന്ന് അതേ രീതിയിലുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. താങ്കളുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: രോഗസൗഖ്യ ശുശ്രൂഷയുടെ ആത്മീയ അടിത്തറ എന്താണ്? കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിലെ രോഗശാന്തി ശുശ്രൂഷയുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊരാൾ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് എന്ത് മറുപടിയാണ് സാർ ഇതിന് കൊടുക്കാൻ സാധിക്കുക? സിറാജെ, താങ്ക് യു. നല്ലൊരു ചോദ്യമാണ്. നമ്മൾ രോഗശാന്തി എന്ന് പറയുന്നത് സഭയുടെ ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗമാണ്. അപ്പസ്തോലിക കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ അത്ഭുതകരമായ രോഗശാന്തികള് നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും. നമ്മള് പുതിയ നിയമം എടുത്തു കഴിഞ്ഞാല് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ രോഗശാന്തി. അത് എന്തുകൊണ്ടെന്നാല് ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം സുവിശേഷത്തില് നമുക്ക് ഏകദേശം 20 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആ സമയത്ത് വ്യക്തികള് രോഗശാന്തി ആവശ്യമുള്ളവരെ ഈശോയുടെ അടുത്ത് വരികയും അവർക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും വെവ്വേറെ കാണുന്നു. ആത്മാവിന് സൗഖ്യം കൊടുക്കുമ്പോൾ ശരീരത്തിന് സൗഖ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ പ്രതിയുള്ള ആ സുവിശേഷത്തിന്റെ നിന്ന് രോഗശാന്തി നമ്മൾക്ക് വേർപെടുത്താനായിട്ട് സാധിക്കുക. ഈശോ തന്റെ പരസ്യജീവിത സമയത്ത് തന്റെ ശിഷ്യന്മാർക്ക് അതിനു വേണ്ടിയിട്ടുള്ള അധികാരവും ശക്തിയും കൊടുക്കുന്നുണ്ട്. നമ്മള് 12 ശിഷ്യന്മാരോട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, അനേകം അവര് ശിഷ്യന്മാര് പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി എന്ന് മർക്കോസിന്റെ സുവിശേഷം 12:13 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 72 പേരെ ഈശോ അയക്കുമ്പോഴ് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞാണ് വിടുക. അപ്പൊ ഈ 2 ദൗത്യങ്ങളും കൂടെ ഒന്നിച്ചാണ് ഏൽപ്പിച്ചു വിടുക. അതുപോലെ ആദിമസഭയില് ഈ രോഗശാന്തി ശുശ്രൂഷ സഭയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തുടർന്നു. അസുഖമുള്ളവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ ഹാളുകളില് ഇങ്ങനെ കട്ടിലുകൾ നൽകി രോഗികളെ അവിടെ സ്വാഗതം ചെയ്യുമായിരുന്നു. അപ്പൊ ശരിക്കും പള്ളികൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിനോട് ചേർന്ന് ഇങ്ങനെ രോഗശാന്തി ആവശ്യമുള്ളവർക്ക്, രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഹാളുകളും പണിതുക എന്നുള്ളത് സഭയുടെ ആദ്യകാലത്തെ ഒരു ശൈലിയായിരുന്നു. അതിനെപ്പറ്റി വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ഈശോ ഒരു സമ്പൂർണ്ണ വൈദ്യനായിരുന്നു. ആദിമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ഒരു പ്രിയപ്പെട്ട ചിത്രമായിട്ടാണ്, ഒരു മികച്ച വൈദ്യനായിട്ടാണ് അവർ യേശുവിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക്
ഈ അത്ഭുതങ്ങളും രോഗശാന്തിയും സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സഭയിൽ. അപ്പൊ 5-ാമത്തെ നൂറ്റാണ്ടില് വിശുദ്ധ പാട്രിക് അയർലൻഡില് സുവിശേഷവൽക്കരണം ചെയ്തപ്പോൾ ഒത്തിരി രോഗശാന്തികൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണുന്നു. അതുപോലെ 13-ാം നൂറ്റാണ്ടില് ഫ്രാൻസിസ്കൻ വൈദികര് അവര് സാധാരണക്കാരായിരുന്നു. പക്ഷെ സാധാരണക്കാരായിരുന്നെങ്കിലും അവര് യൂറോപ്പിലൊക്കെ വചനം പ്രഘോഷിച്ച് നടക്കുമ്പോൾ അവരുടെ ശുശ്രൂഷയില് ഒത്തിരി രോഗശാന്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് 14-ാമത്തെ നൂറ്റാണ്ടിൽ കാണാൻ സാധിക്കും സിയന്നയിലെ കത്രീന പുണ്യവതി. ആ സമയത്ത് മഹാമാരി ഉണ്ടായ സമയമായിരുന്നു. ഒത്തിരി പേരെ മഹാമാരിയിൽ നിന്ന് സൗഖ്യപ്പെടുത്തി സ്വന്തം മാതാവിനെ, സ്വന്തം അമ്മയെ, മരിച്ചുപോയ സ്വന്തം അമ്മയെ ഉയർപ്പിച്ച പുണ്യവതിയാണ്. അപ്പൊ ഇതെല്ലാം രോഗശാന്തിയാണ്. വീണ്ടും നമുക്ക് 15-ാമത്തെ നൂറ്റാണ്ടില് വിശുദ്ധ വിൻസെന്റ് ഫെറർ, ഡൊമിനിക്കൻ വൈദികനായിരുന്നു. അദ്ദേഹം യൂറോപ്പില് ഈശോ ഉയർപ്പിച്ചത് കൂടുതൽ മരിച്ചവരെ ഉയർപ്പിച്ച വ്യക്തിയാണ്. വീണ്ടും നമുക്ക് 16-ാമത്തെ നൂറ്റാണ്ടില് ഫ്രാൻസിസ് സേവിയർ ഏഷ്യയിൽ വന്നപ്പോൾ വീണ്ടും അവിടെ നമുക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൗഖ്യം എന്ന് പറയുന്നത് സഭയില് നിരന്തരമായിട്ട് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും 17-ാമത്തെ നൂറ്റാണ്ടില് വിശുദ്ധ മാർട്ടിൻ ഡെ പോറസ് പെരുവിലുള്ള വിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് 19-ാം നൂറ്റാണ്ടില് ഡോൺ ബോസ്കോയുടെ ജീവിതത്തില്, 20-ാം നൂറ്റാണ്ടില് വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിലൊക്കെ ഈ സൗഖ്യം നമ്മൾ കാണുന്നു. ഞാൻ തീർച്ചയായും സാർ ഉറപ്പായിട്ടും ഞാൻ ഒരു കാര്യം അതിനോട് ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിക്കുകയാണ്. കാരണം അതിപ്പോ ഓരോ വ്യക്തികളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ ഈ സൗഖ്യങ്ങളൊക്കെ ഒതുങ്ങി കൊടുത്തത്? അതായത് ഇപ്പോ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും, അതായത് ചില സ്ഥലങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു രോഗശാന്തികൾ ഈ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ? അതായത് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. കാരണം ഇപ്പോൾ കരിസ്മാറ്റിക് നവീകരണം ശക്തിപ്പെട്ടപ്പോൾ കുറെ കൺവെൻഷനോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ അത്തരം ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് രോഗസൗഖ്യം വേണ്ടവരൊക്കെ അങ്ങനെ കൺവെൻഷനുകൾ പോവുക അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം രോഗശാന്തി കിട്ടുള്ളൂ എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതേപറ്റി ഞങ്ങൾക്ക് പറയാനുള്ളത്? ശരിക്കും രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈശോ തന്നെ പറയുന്നതാണല്ലോ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവര് എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകൾ സംസാരിക്കുകയും ചെയ്യും. അവര് സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവര് രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവര് സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പൊ ഇത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയിൽ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് സഭയുടെ ആദ്യകാലം മുതൽ ഉള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ എടുത്തു കാണിച്ചത്. കാരണം ഇത് വിശുദ്ധര് മാത്രമല്ല, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം ഉണ്ടാകുന്നുണ്ട് സഭയിൽ. കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ വരവോടുകൂടി രോഗശാന്തി എന്ന പ്രതിഭാസം ഒരു സാധാരണ സംഭവമായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളും കൺവെൻഷനുകളും ശക്തിപ്പെടുമ്പോഴാണല്ലോ അത്ഭുത രോഗശാന്തികൾ കേരള സഭയിൽ വ്യാപകമായത്. ഈ അത്ഭുത രോഗശാന്തി വെറും ആളെ കൂട്ടാനുള്ള തട്ടിപ്പല്ലേ എന്നൊരാൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ഏകദേശം അതോട് അടുത്ത് തന്നെ ചോദ്യമാണ്. ഈ കൺവെൻഷനും ധ്യാനങ്ങളും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രത്യേകം നമ്മൾ ഈ അവർ പോസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ രോഗശാന്തി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഒരു പേരൊക്കെ തന്നെ അതിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കത്തില്ലേ? പക്ഷെ സഭയില് സൗഖ്യം നമുക്കറിയാമല്ലോ, 2 കൂദാശകള്, അതായത് രോഗിലേപനവും കുമ്പസാരവും. ഈ 2 കൂദാശകളും ഔദ്യോഗികമായി രോഗശാന്തിയുടെ കൂദാശകൾ. അപ്പൊ അതുകൊണ്ട് സഭയിൽ എപ്പോഴും രോഗശാന്തി ഉണ്ട്. കരിസ്മാറ്റിക് നവീകരണം വരുന്നതിന് മുമ്പ് തന്നെ രോഗശാന്തി സഭയിൽ ഉണ്ട്. പക്ഷേ നമ്മൾ ചിലരൊക്കെ ഇതിനെ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണലിസം ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. നമുക്ക് ഈശോയുടെ ജീവിതത്തില് നമുക്ക് അതിനുശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പാപിയായ മനുഷ്യനെ, അതായത് നമ്മൾ കാണുന്നത് ഒരു അന്ധനായ മനുഷ്യന് ഈശോ സൗഖ്യം കൊടുത്തു. അതിനുശേഷം ആ മനുഷ്യനോട് യഹൂദര് പറയുകയാണ്,
അവനൊരു പാപിയാണ് എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ വ്യക്തി ഉത്തരം പറയുന്നത് ഇതാണ്: പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അതായത് ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അപ്പൊ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആദിമ ക്രിസ്ത്യാനികള് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ഈ രോഗശാന്തി വരം ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അത് ഈശോയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടും നമുക്ക് കാണുന്നുണ്ട്. നമ്മള് അപ്പസ്തോല പ്രവർത്തനത്തിലെ 3-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാല് അവിടെ ജന്മനാ മുടന്തനായ ഒരാളെ ദേവാലയത്തില് കൊണ്ടുവരുന്നു. അവിടെ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവരെ നോക്കി. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കും. എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എവിടെ എഴുന്നേറ്റ് നടന്നു. അപ്പൊ സഭയില് ഇത് ഉണ്ടായിരുന്നു. കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2008 ഇന്തോനേഷ്യയിൽ പോകാനായിട്ട് ഞാൻ സിംഗപ്പൂരിൽ ചെന്നു. സിംഗപ്പൂരിൽ ഒരു രാത്രി എനിക്ക് താമസിക്കേണ്ടി വന്നു. ദിവസമായിരുന്നു ഇന്തോനേഷ്യക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ ആ രാത്രി ഒരു വീട്ടിലാണ് ഈ താമസിച്ചത്. അപ്പൊ ആ വീട്ടിൽ താമസിച്ച ഒരു വൈകിട്ട് ഡിന്നറിന് വിളിച്ചു. ഞാൻ ഡിന്നർ ടേബിളിൽ ചെന്നപ്പം അവിടെ 2 വ്യക്തികൾ ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചു വന്നപ്പം മനസ്സിലായി അവർ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അപ്പൊ അവരില് ഒരാള്, ആ സ്ത്രീയുടെ പേര് മൈക്കർ ലൊലോങ് എന്നോട് പറഞ്ഞു: ഞാന് ഒരു ക്യാൻസർ രോഗിയാണ്, എന്റെ 7 അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്തോനേഷ്യയിൽ നിന്നും ഒരു 4 സർജറി ഉണ്ട് എനിക്ക്. അതിനു വേണ്ടിയിട്ട് ഞാൻ സിംഗപ്പൂരിൽ വന്നിരിക്കുകയാണ്. അപ്പൊ 20% ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സർജറിക്ക് വേണ്ടി വന്നതാണ്. ബ്രദർ ഇങ്ങനെ കരിസ്മാറ്റിക് ഉള്ളതായതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഞാനൊരു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹീലർ എന്ന് ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്നില്ല, പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മേക്കർ ലൊലോങ്ങിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പോന്നപ്പോൾ എനിക്ക് ഞങ്ങളുടെ കോൺഫറൻസ് അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അതിന്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു, ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ ഈ വ്യക്തി ഈ 6 മാസം ജീവിച്ചിരിക്കുവോ? കാരണം എത്രമാത്രം ഒരു അവസ്ഥയിലായിരുന്നു. അവരുടെ മുടിയെല്ലാം പോയി, ഇങ്ങനൊരു അവസ്ഥയായിരുന്നു ആ സ്ത്രീ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി കോൺഫറൻസിൽ 6 മാസം കഴിഞ്ഞ് കോൺഫറൻസിൽ ചെന്നപ്പം ഈ സ്ത്രീ അവിടെ കോൺഫറൻസിൽ പങ്കുചേരാനായിട്ട് വന്നു. അന്ന് അവർ ക്ഷീണിച്ചാണിരുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മലേഷ്യയിൽ ഒരു കോൺഫറൻസിൽ ചെല്ലുമ്പോൾ ഇവരെന്റെ ട്രാൻസ്ലേറ്റർ ആയിട്ട് വന്നു. കാരണം മലയ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് അവിടെ വന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇന്തോനേഷ്യയിലെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഇപ്പൊ ഞാൻ വൈസ് ചെയർമാൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അതിനുശേഷം പല പ്രാവശ്യം സ്ത്രീയെ ഞാൻ കണ്ടു. അപ്പൊ നമ്മള് അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മളൊരു ഇമോഷണൽ ഹൈപ്പിൽ അല്ല പ്രാർത്ഥിച്ചത്. നമ്മളൊരു സാധാരണ വ്യക്തിയായിട്ട് ഒരു വിശ്വാസികൾ എന്നുള്ള നിലയിൽ മാത്രം പ്രാർത്ഥിച്ച ഒരു സാഹചര്യമാണ്. അപ്പൊ ആ വ്യക്തിക്ക് അതിനുശേഷം പൂർണ്ണമായിട്ട് ആ ക്യാൻസറിൽ നിന്ന് സൗഖ്യപ്പെട്ടതായിട്ട് ആ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഞങ്ങൾ ഈ മലേഷ്യയിൽ വെച്ചുള്ള കോൺഫറൻസ്. ഓക്കെ സാർ. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് കൺവെൻഷനുകളിലും അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന സമയത്ത് അവരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അവർ ഹീലിംഗ് കൊടുക്കുന്നതായിട്ട് വരുന്നുണ്ട്. പിന്നീടും ഇതേപോലെ ഹീലിംഗ് ഉണ്ടായവരില് വീണ്ടും അതേ രോഗം തന്നെ സ്ഥിരീകരിച്ച് മരണപ്പെടുന്നവരെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ ഹാർട്ട് പേഷ്യന്റിനെ ഡോക്ടറെ ചികിത്സിച്ച് ഇപ്പൊ ഞാൻ തന്നെ എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണ്. ഒരിക്കല് എന്റെ ഒരു സുഹൃത്ത് ഒരു വൈദികനുണ്ടായിരുന്നു. ആ വൈദികന്റെ ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. പിന്നെ വീണ്ടും അദ്ദേഹത്തിന് ഹാർട്ടിന് ബ്ലോക്ക് വന്നു. അപ്പൊ അത് സ്റ്റെന്റ് ഇട്ടു. വീണ്ടും അദ്ദേഹം സൗഖ്യമുള്ളവനായി. പക്ഷെ അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തന്നെ മരിച്ചു. എന്ന് പറഞ്ഞതുപോലെ നമ്മള് സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നുണ്ട്. പക്ഷെ സൗഖ്യം ലഭിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും
ആ ഒരു രോഗം കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു സാധാരണ ഒരു ഫിനോമിനായിട്ട് ഞാൻ അതിനെ കാണുക. കാരണം ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഞാൻ എൻ്റെ ഫാദറിൻലോയ്ക്ക് വേണ്ടിയിട്ട്, അപ്പൊ എന്റെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആദ്യ 2008 കാര്യമാണ്, 1998 കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ എൻ്റെ ഫാദറിൻലോയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, അതായത് വയറ്റിൽ ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം, പക്ഷേ സാധ്യതകൾ വളരെ കുറവാണ്, കാരണം വയറ്റിൽ കണ്ടമാനം സ്പ്രെഡ് ചെയ്തു, വയറ് സർജറി ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്ന് തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ എത്തി. അപ്പം അപ്പച്ചന് വേണ്ടിയിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് കയറ്റി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞു വന്നതിന് ശേഷം 14 വർഷം സുഖമായിട്ട് ജീവിച്ചു. അപ്പൊ അതിനുശേഷം പിന്നെ വാർദ്ധക്യം ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം മരിച്ചത് ക്യാൻസറിന് കുറച്ച് ഇഫക്റ്റ് കൊണ്ടാണ്. പക്ഷെ ഈ 14 വർഷം അത്രയും സീരിയസ് ആയിരുന്ന വ്യക്തി ജീവിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ആ രോഗം വന്നു എന്ന് പറഞ്ഞിട്ട് ഹീലിംഗ് ഉണ്ടായില്ല എന്നില്ല. ഇപ്പൊ ഹീലിംഗ് ഉണ്ടാകുന്നുണ്ട്, ഹീലിംഗ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ പൂർണ്ണമായി മാറി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫിക്കറ്റ് തന്നതാണ്. ഓക്കെ, ഞാൻ ഇനി സാറിനോട് ചോദിക്കുന്നത് സാറിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടി ആയിട്ടാണ് ഞാൻ ചോദിക്കുക. കാരണം നമുക്കറിയാം ഇപ്പോൾ ഒത്തിരിയേറെ ഹീലിംഗുകൾ നടക്കുന്നുണ്ട്. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, യേശുവിന്റെ ശിഷ്യന്മാരിലും ധാരാളം രോഗസൗഖ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇന്നും സഭയിൽ ജെന്യുവിൻ ആയിട്ട് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പറയുമ്പോൾ 2 വശമുണ്ടല്ലോ. കാരണം ഈ കാലഘട്ടത്തിലും ഈ രോഗസൗഖ്യങ്ങൾ കുറെ കള്ളനാണയങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള കാര്യത്തെപ്പറ്റി, അതായത് ഈ രോഗസൗഖ്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം അതൊരു കെട്ടുകഥയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ടീം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ സാറിന് തള്ളിക്കളയാൻ പറ്റുമോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അതിനെപ്പറ്റി ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് സിരാജെ. കാരണം ഈശോ പറഞ്ഞിരിക്കുന്ന ഇതാണ്, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 22-ാമത്തെ വചനത്തിൽ പറയുന്നു, കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവരെ പ്രവർത്തിക്കും. അപ്പൊ ഇത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് പലപ്പോഴും കാണാനും സാധിക്കുന്നുണ്ട്. കാരണം ഇതിനെപ്പറ്റി പൗലോസ്ലീഹ പറയുന്നത് ഇതാണ്, ഇങ്ങനത്തെ ഫിനോമിനൻ കാണുമ്പോൾ നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടരുത്, അതുപോലെ എന്ന് പറഞ്ഞ് സഭ മുഴുവൻ തെറ്റാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും സാർ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതിൽ ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് യഥാർത്ഥത്തിൽ എന്ന് സാധാരണക്കാർക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പലപ്പോഴും പലരും പോയി പെട്ടുപോകാറില്ല ഇത്തരത്തിലെ അവസരങ്ങൾ. അത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പറയുമല്ലോ, ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറഞ്ഞില്ല. ഫലങ്ങളിൽ നിന്ന് നമുക്ക് വൃക്ഷത്തെ അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക. കാരണം അതിനെപ്പറ്റിയും വചനം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-20 വചനങ്ങളിൽ പറയുന്നുണ്ട്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളില് അവര് കടിച്ചു ചെയ്യുന്ന ചെന്നായ്ക്കളാണ്, ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ വൈകാരിക തലത്തില് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് നടത്തി നമ്മള് വ്യക്തികളെ വഴിതെറ്റിക്കുന്ന ചില ശുശ്രൂഷകർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങള് നാഷണൽ തലത്തില് ഇതിനെപ്പറ്റി ഒരു കൺസൾട്ടേഷൻ നടത്തിയായിരുന്നു ബാംഗ്ലൂർ വെച്ച് 2000 മെയ്യില് നടത്തി കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി നമ്മള് എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വ്യക്തികള് നമ്മള് മറ്റേതെങ്കിലും ടീമുകളൊക്കെ ആയിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കണം, വിധേയപ്പെട്ട് അവരുടെ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് നമ്മൾ കൊടുത്തത്. ഇതിനെപ്പറ്റി നമ്മുടെ കാർഡിനൽ റെനിയറോ കണ്ടലമേസ, പരിശുദ്ധ പിതാവിന്റെ പേപ്പൽ പ്രീച്ചറായിട്ടുള്ള കർദിനാള്, ഇപ്പോഴത്തെ കാരിസിന്റെ അദ്ദേഹം സ്പിരിച്വൽ ഡയറക്ടറാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വ്യക്തിപരമായ സംതൃപ്തിക്ക് വേണ്ടി കാരിസങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു അപകടമാണ്. അതിനാൽ വിനയം കേന്ദ്രമായിരിക്കണം. കാരണം അത് വൈദ്യുതിക്കുള്ള ഇൻസുലേഷൻ പോലെയാണ്. ശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ ജനറേറ്ററുകളല്ല. അപ്പൊ അതുകൊണ്ട്
ഇങ്ങനത്തെ വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ ഏതെങ്കിലും ഒക്കെ ഇപ്പം സ്പിരിച്വൽ ഡയറക്ടർ കീഴിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികള് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മിനിസ്ട്രികൾ ഓടിക്കുകയും ചെയ്യുന്നതിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സഭയ്ക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത്തരത്തില് സഭയില് ഓരോ വ്യക്തികൾക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ നടത്തി പോകാനുള്ള അനുവാദം സഭയിലുണ്ടോ? സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. സഭയുടെ മതബോധനം പാരഗ്രാഫ് 801 എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതാണ്: കാര്യങ്ങളെ കുറിച്ചുള്ള വിവേചനം എല്ലായ്പ്പോഴും ആവശ്യമായിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്, സഭയുടെ ഇടയന്മാർക്ക് റെഫർ ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഒരു കാര്യവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഓഫീസ് ആത്മാക്കളെ നിർവീര്യമാക്കപ്പെടുകയല്ല, മറിച്ച് എല്ലാറ്റിനെയും പരീക്ഷിക്കാനും അതിനെ മുറുകെ പിടിക്കുവാനുമാണ്. അങ്ങനെ വൈവിധ്യം പരസ്പരം പൂരകമായ എല്ലാ കാര്യങ്ങളും പൊതു നന്മയ്ക്കായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ പൊതു നന്മയ്ക്കായിട്ടാണ് ഈ കാര്യങ്ങൾ തന്നിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വേണം ഈ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രവർത്തിക്കുവാനായിട്ട്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയ്ക്ക് ഇതിന് അധികാരമുണ്ട്. പക്ഷെ ഏതെങ്കിലും വ്യക്തി സഭയ്ക്ക് വിധേയപ്പെടാതെ മാറി നിന്ന് കഴിഞ്ഞാൽ സഭയ്ക്ക് അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മള് ഇതിനു വേണ്ടിയിട്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും സഭാ അധികാരികൾക്ക് വിധേയപ്പെട്ടു വേണം പോകാനായിട്ട്. നമ്മള് ഇതിനെപ്പറ്റി 1984 ഒരു ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് സെമിനാർ ബോംബെയിൽ വെച്ച് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം കുറച്ച് ഗൈഡ് ലൈൻസ് ഇറക്കിയിരുന്നു. ആ ഗൈഡ് ലൈൻസിൽ നമ്മൾ പറയുന്നത് ഒരു 5 കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഒന്ന്, ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരു സ്പിരിച്വൽ ഡയറക്ടർ ഉണ്ടായിരിക്കണം. പിന്നെ അവര് അതോറിറ്റിക്ക് വിധേയപ്പെടണം. പിന്നെ അവര് ഉദാശകൾ സ്വീകരിക്കുന്നവരായിരിക്കണം. പിന്നെ എളിമയുള്ളവരായിരിക്കണം. പിന്നെ അവരൊരു ടീമിനോടൊത്ത് പ്രവർത്തിക്കണം. കാരണം ഒറ്റയാന്മാരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പാളിച്ചകൾ കൂടുതലുണ്ടാകുക. അപ്പൊ ഒരു ടീം ആയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞു കിട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഇനി ഒരു സാധാരണക്കാരുടെ മനസ്സിലുള്ള ഒരു സംശയം കൂടി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടീമായിട്ടുള്ള വർക്കിങ്ങോ അല്ലെങ്കിൽ ഈ കൺവെൻഷനുകളും ധ്യാനങ്ങളും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഓരോ ഇടവകകളിലും ഓരോ കേന്ദ്രങ്ങളും ഒക്കെ വെച്ച് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ കൊറോണയുടെ സമയം വന്നപ്പോൾ പല സ്ഥലങ്ങളിലും ധ്യാനങ്ങൾ കാണാതായി. ധ്യാന ഗുരുക്കന്മാർ അല്ലെങ്കിൽ വചനപ്രഘോഷകര്, രോഗശാന്തി നൽകുന്നവരൊക്കെ അപ്രത്യക്ഷമായ ഒരു കാലഘട്ടമായ 2 വർഷം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് രോഗസൗഖ്യങ്ങൾ സഭയിൽ നടക്കാഞ്ഞത്? ഈ കൊറോണ പോലുള്ള വലിയ വിപത്തിനെ എന്തുകൊണ്ട് തടഞ്ഞു നിർത്താനായിട്ട് ഇവർക്ക് സാധിച്ചില്ല? അതായത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ഒരിക്കലും കഷ്ടപ്പാടുകളെ ഒരു നന്മയായിട്ട് കണക്കാക്കിയിട്ടില്ല. മറിച്ച് കഷ്ടത, വേദന, രോഗം എന്നിവ പാപം നിമിത്തം ലോകത്തിൽ വന്ന തിന്മകളാണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹനങ്ങൾ 2 തരമായിട്ട് നമുക്ക് തിരിക്കാം. ഒരു തരം സഹനങ്ങള് നമുക്ക് സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സൗഖ്യം ലഭിക്കുന്നവയാണ്. വേറെ ചില സഹനങ്ങള് നമുക്ക് സൗഖ്യം ലഭിച്ചെന്ന് വരിക. അപ്പൊ അങ്ങനെയുള്ള സഹനങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. അപ്പൊ അത് ആരോ ഇങ്ങനെ പറഞ്ഞു, ഈശോ കരങ്ങൾ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാവർക്കും സൗഖ്യം വരും, അപ്പം വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പൊ ഈ കൊറോണ ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ ഈ കൊറോണ സമയത്ത് ദൈവം ഇതുവഴി വലിയ ഒരു പദ്ധതി ഒരുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊറോണ സമയത്ത് ഇഷ്ടംപോലെ സൗഖ്യം വ്യക്തികൾക്ക് ലഭിച്ചു, വ്യക്തികളായിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ട്. കാരണം എനിക്കറിയാം 2 മാസമൊക്കെ വെന്റിലേറ്ററിൽ കിടന്ന വ്യക്തികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ കൊറോണ കാരണം ആശുപത്രിയിലായിരുന്നു 10 ദിവസം, അതിൽ 5 ദിവസം ICUലായിരുന്നു. അപ്പം അവിടെ എനിക്ക് സൗഖ്യം ലഭിച്ചു. ശരിക്കും ഈ സഹനം എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. അപ്പൊ ഈ രഹസ്യം എപ്പോഴും ദൈവവുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മള് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ
നമ്മുടെ ഈ കണ്ണുനീരുകള് നമുക്ക് ഈശോയെ കാണാനായിട്ടുള്ള ഒരു ലെൻസായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഈ കൊറോണ ഈശോയെ അനുഭവിക്കുവാനായിട്ടുള്ള ഒരു ലെൻസായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എങ്കിലും, തിന്മയുടെ ഒരു പ്രവർത്തനമാണെങ്കിലും ഇതുവഴി ദൈവം ഒരു നന്മ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പം C.S. ലെവീസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ പറയുന്നുണ്ട്, നമ്മുടെ സന്തോഷങ്ങളില് ദൈവം നമ്മളോട് മന്ത്രിക്കുന്നു, നമ്മുടെ മനസാക്ഷിയിൽ സംസാരിക്കുന്നു, എന്നാൽ നമ്മുടെ വേദനകളിൽ വിളിച്ചു പോവുകയാണ് ചെയ്യുന്നത് ദൈവം. കാരണം നമ്മുടെ വേദന, ഇപ്പൊ ഈ കൊറോണ സമയത്ത് ദൈവം നമ്മളോട് ശക്തമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതായത് ഒരു ബധിര ലോകത്തെ ഉണർത്തുന്നതിന് അവന്റെ ഒരു മെഗാഫോണാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു മെഗാഫോൺ നമ്മുടെ വിശ്വാസമൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ അടിമത്തിലായിരിക്കുന്ന ലോകത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കൊറോണയെ ഒരു മെഗാഫോണായിട്ട് ദൈവം ഉപയോഗിച്ചു എന്ന് ഞാൻ കരുതുക. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഒരു ഹിതമുണ്ട്. ആ ഹിതത്തില് ഒത്തിരി വ്യക്തികൾക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഈ കൊറോണ ഇന്നിപ്പോ കൊറോണ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ കുറെ കാലത്ത് ഈ കൊറോണ നിന്ന സമയത്ത് ദൈവം അതുവഴി ഒത്തിരി നന്മ പ്രവർത്തിച്ചു എന്നാണ് ഞാൻ കരുതുക. അതുവഴി ഒത്തിരി പേർക്ക് ദൈവത്തെ അറിയുവാനായിട്ടും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടും വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടുവാനായിട്ടും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഈ കൊറോണയെ ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിപ്പം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ കൊറോണ മാറണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില രോഗങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില രോഗങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ദൈവഹിതം അനുസരിച്ച് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ മറ്റുള്ളവരുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ആ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പദ്ധതി. ഓക്കെ സാർ, ഞാൻ തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാറിനോടുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ തന്നെയാണ് എനിക്ക് അറിയേണ്ടത്. നമ്മുടെ ട്രാൻസ് പോലുള്ള സിനിമകൾ സാറ് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ട്രാൻസ് പോലുള്ള സിനിമകളൊക്കെ അതിന്റെ ഒരു എഫക്ട്, അതായത് അത് നമുക്ക് തീർച്ചയായിട്ടും ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു റിവ്യൂ ഞാനും കണ്ടതാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവരൊക്കെ പറഞ്ഞത് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപടി തന്നെ കാണിക്കുന്ന ഒരു ചിത്രമായിരുന്നു. അങ്ങനത്തിൽ വളരെ പോസിറ്റീവായിട്ട് പറയുന്ന വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആശയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇത് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കരിസ്മാറ്റിക് നവീകരണത്തെയും അല്ലെങ്കിൽ ഈ ധ്യാന ശുശ്രൂഷകളെയും ധ്യാന കേന്ദ്രങ്ങളെയൊക്കെ അതിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? സഭയിൽ അതിനും വളരെ ഒരു ഇമ്പാക്ട് അതുമൂലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അത് കുറച്ചു പേരുടെ മനസ്സുകള് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയും, ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, സഭയിൽ നമുക്ക് ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന ആ അത്ഭുതങ്ങൾ വെരിഫൈ ചെയ്യുന്ന അത് പിന്നെ പരിശോധിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ നമുക്ക് വാഴ്ത്തപ്പെട്ടവരായിട്ടും വിശുദ്ധ പദവിയിലേക്കൊക്കെ വരുന്നവരുടെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങള് സഭ വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ലൂർസില് ഏത് സൗഖ്യം അത്ഭുതം രേഖപ്പെടുത്തിയാലും അത് വലിയൊരു കമ്മിറ്റി അത് പഠിച്ചതിന് ശേഷം മാത്രമേ അത് അപ്രൂവ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമുക്കിപ്പോ ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. സൗഖ്യങ്ങൾ കരിസ്മാറ്റിക് കൺവെൻഷനുകൾ വഴി ഉണ്ടാകുന്നുണ്ട്, പ്രാർത്ഥന വഴി വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മള് ശരിക്കും ഒരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർക്ക് സർട്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മള് ഈ തെറ്റായ പ്രചാരണങ്ങൾ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ സാർ, താങ്കളുടെ വളരെ വിലപ്പെട്ട സമയമാണ് നമ്മളോടൊപ്പം ചെലവഴിച്ചത്. എനിക്ക് തോന്നുന്നു താങ്കൾ ഒരു കരിസ്മാറ്റിക് നവീകരണത്തോടൊപ്പം നിൽക്കുന്നതൊപ്പം തന്നെ സമൂഹത്തിൽ വളരെ വലിയ ഉന്നത സ്ഥാനങ്ങളും ഒക്കെ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ അല്ലെങ്കിൽ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും അത് വേണ്ട രീതിയിൽ എന്താണോ അതിന്റെ അർത്ഥം അതേ രീതിയിൽ തന്നെ ഗ്രഹിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. വീണ്ടും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് യേശുനാമത്തിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചർച്ചകൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുകയില്ല. നമുക്കറിയാം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലെയും അതേപോലെ ക്രൈസ്തവ സഭകളിലെയും രോഗശാന്തികൾ എത്രത്തോളം ഒരു ക്രൈസ്തവന് ബലപ്പെട്ടതാണെന്ന്. ഇപ്പോൾ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത സാർ തന്നെയാണെങ്കിലും ഒരു കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് പലവിധ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഉന്നത മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്.
അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ തന്നെയാവട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പാഠവും. നമ്മുടെ ചർച്ചകൾ ഇവിടെ നിന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും ഇതുപോലെ അനുഭവ സമ്പത്തുള്ള വിശ്വാസപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പ്രാവീണ്യമുള്ള മറ്റ് അതിഥികളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.